കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച അവസാനിക്കുന്നില്ല. പ്രധാന നേതാക്കൾ അഭിപ്രായം പറയുന്നത് അവസാനിപ്പിച്ചുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അണികളുടെയും അനുയായികളുടെയും പ്രചാരണം തുടരുകയാണ്. റീൽസും വീഡിയോയും നേതാക്കൾക്ക് അനുകൂലമായി നിറയുന്നു. ഇതിനിടയിൽ കോൺഗ്രസിൽ നിന്ന് വന്ന മറ്റൊരു ശബ്ദം അജയ് തറയലിൻ്റെതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നവർ വരണമെന്നാണ് അജയ് തറയലിൻ്റെ ആഗ്രഹം. ഞാൻ പങ്കുവച്ചത് എൻ്റെ ഒരു സ്വപ്നമാണ്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ആധുനിക കേരളത്തിൽ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ജീവികളായി സോഷ്യൽ മീഡിയയിലൂടെ മാത്രം വന്ന് ജീവിക്കുന്ന കുറേ ആളുകൾ ഒരു ഭാഗത്ത്, ഈ പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി തല്ലുകൊണ്ട് ജയിൽവാസം അനുഭവിച്ച് ലാത്തിച്ചാതിനിരയായി ഞാൻ 17-ാമത്തെ വയസ്സിൽ തുടങ്ങി തല്ലുകൊള്ളാൻ തുടങ്ങിയതാണ്. അങ്ങനെ തല്ലുകൊണ്ടുകൊണ്ട് ഞാൻ തളരാതെ വളരും. അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുക്കാതെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ മാത്രം പിറകെ പോകുന്ന സംവിധാനം ശരിയല്ല. പിന്നെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ടാഗണം. ഇനിയത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ രക്ഷയില്ലടോ. അങ്ങനെ പോരാട്ടങ്ങളിലൂടെ വന്ന യുവജന വിദ്യാർത്ഥി സമര പദങ്ങളിലൂടെ വന്ന ഒരു നേതാവായിരിക്കണം മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന് എന്നെ പോലെ ഉള്ള ഒരാൾ ആഗ്രഹിക്കാം. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിക്ക് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. ഞാൻ 17-ാമത്തെ വയസ്സിൽ തുടങ്ങി തല്ലുകൊള്ളാൻ തുടങ്ങിയതാണ്. അങ്ങനെയൊക്കെ വന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ കഴിയൂ. ആ സ്വപ്നം യഥാർത്ഥമാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. മായ മഹാദേവൻ നല്ല ചേർച്ചയുണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി കണ്ട ക്രിസ്ത്യാനികളുടെ ഒക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അജയ് തറയിൽ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് വരികൾക്കിടയിലൂടെ വായിക്കാമെങ്കിലും വെള്ളാപ്പള്ളിയുടെ ചോയ്സ് വേണുഗോപാൽ തന്നെയാണ്. അതിനുള്ള കാരണവും വെള്ളാപ്പള്ളി നിരത്തും. വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെ പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമായ ആള്. അല്ല, വിടി സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറെ ടി വിയിൽ കുറെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകിൽ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി നിർണ്ണയം പ്രശ്നങ്ങളുള്ളപ്പോൾ അവിടെ എല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. കേസ് കഴിയുമ്പോൾ ഇവിടുത്തെ പ്രോബ്ലംസുകളും പലരും കയറി നിന്നപ്പോൾ അതെല്ലാം തീർത്തതാരാണ്? എല്ലാം കേസ് വേണുഗോപാലല്ലേ. പിന്നെ ഇവിടെ എല്ലാം ആവശ്യമുള്ള ഫണ്ട് കൊണ്ടുവന്നാരാണ്? കേസ് വേണുഗോപാലല്ലേ. അപ്പം കേസ് വേണുഗോപാലിന് സെൻട്രലിൽ ഒരു പവർ കൂടെ ഉണ്ട്. ആ പവർ കൂടെ വെച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥി നിർത്തുന്ന കാര്യത്തിലും ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലും മറ്റു പ്രവർത്തനം മാനേജ് ചെയ്യുന്ന കാര്യത്തിലും വേണുഗോപാൽ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം? താൻ തന്നെ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് മെയ് 4 വരെ കാലാവധിയുണ്ടെന്ന് മുഖ്യമന്ത്രി ചർച്ചക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് കെ മുരളീധരൻ. അതുവരെ എല്ലാവർക്കും റെസ്റ്റ് എടുക്കാം. അതൊക്കെ 4-ാം തീയതിക്ക് ശേഷം ഞാൻ പറഞ്ഞല്ലോ, പിണറായിക്ക് 28-ാം തീയതി വരെ ഉണ്ട് കാലാവധി. മെയ് 28-ാം തീയതി വരെ. 4-ാം തീയതി റിസൾട്ട് വരും. ധാരാളം സമയമുണ്ട് ആലോചിക്കാൻ. ഇപ്പോഴേ ആലോചിച്ച് ഇങ്ങനെ സമയം കളയുന്നതിന് പകരം റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം, കോൺഷ്യൻസി ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം. അതൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. എന്നാൽ പിന്നെ നാട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല, നമുക്കും ബുദ്ധിമുട്ടില്ല. അതുവരെ KM-ന് അപ്പോൾ എന്താണ് പരിപാടി? വിശ്രമത്തിലാണോ? ഞാൻ എൻ്റെ കോൺഷ്യൻസിയിലൊക്കെ ഒന്ന് കറങ്ങുന്നു എല്ലാ ദിവസവും. അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ആലോചിക്കാനുള്ള സമയമില്ല. എല്ലാവരും അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവിനെയും നിശ്ചയിക്കണ്ടേ? അത് CPM-കാരോട് ചോദിക്കണം. അത് ഞങ്ങളുടെ വിഷയമല്ലല്ലോ. പിണറായി വിജയനാണോ അതോ ജയിച്ചു വരുന്ന പുതിയ ആളാണോ എന്നൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ട ചുമതല ഇത്തവണ ഇല്ല. അത് 2 തവണ ഞങ്ങളുടെ ടേം കഴിഞ്ഞു. 2 ടേം ഞങ്ങൾ കഴിഞ്ഞു. ഇനി അത് CPM-ൻ്റെ ആണ് ടേം. ഇനി അവർ തീരുമാനിച്ചോട്ടെ.